ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ഞാനുണ്ടല്ലോ ഈ ഒരു ഏരിയ കുറച്ചായിട്ട് ഇങ്ങനെ വൃത്തിയാക്കണം എന്നോർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് കൊണ്ടുവന്ന് വെക്കാൻ ഓർത്തിട്ടാണ്. ഇത് കഴിഞ്ഞ വർഷം ഈ ചട്ടികളിൽ നമ്മുടെ തക്കാളി നട്ടിരുന്നതാണ് കേട്ടോ. ഈ വർഷം തക്കാളി അവിടെ തന്നെ, ആ ചട്ടികൾ അവിടെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തെടുത്തിട്ട് കുറച്ച് ഗ്രോ ബാഗൊക്കെ കൊണ്ടുവന്ന് വെക്കാനാണ് ഓർക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഗ്രോ ബാഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം പൊട്ടറ്റോ നട്ടിരുന്നതാണ്. പിന്നെ ഇത് കുറച്ച് കരികലൊക്കെ കിട്ടിയത് അതടിച്ചു കൂട്ടി വാരി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇന്ന്. അപ്പം ഈ ഒരു ഏരിയ ഞാനിന്നൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. കുറച്ച് ഗ്രോ ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഫുഡ് വേസ്റ്റും കരികലയും ഒക്കെ ഇട്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ചട്ടി പൊട്ടി കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ ഇതായിരുന്നു, അത് പൊട്ടി. അതൊരു ചെടിച്ചട്ടിയൊക്കെ പൊട്ടിയിരിക്കുന്നതാണ്. അത് ഇവിടെ കുറച്ച് കച്ചറയായിട്ട് കിടന്നിരുന്നതാണ് കേട്ടോ. അതൊക്കെ മാറ്റാണ്. കിച്ചണിൽ പാത്രങ്ങളൊക്കെ പൊട്ടുന്നത് ഞാൻ നേരത്തെ ഗാർഡനിലേക്ക് യൂസ് ചെയ്യുമായിരുന്നു. ചെടിച്ചട്ടിയുടെ ഹോൾ അടഞ്ഞു പോകാതെ അതിന് വേണ്ടിയിട്ട് വെക്കാനായിട്ട്. ഇപ്പം ഞാൻ പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കുറച്ച് പ്ലേറ്റൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഈ ചെടിച്ചട്ടികളിലെ പുല്ലെല്ലാം ഒന്ന് പറിച്ച് മാറ്റി. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു പുഴു ഉണ്ടല്ലോ, ഈ പുഴു ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം തിന്നു തീർക്കും പെട്ടെന്ന് തന്നെ. കാബേജ് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ കൂടി, ആ ചെടിച്ചട്ടിയുടെ സൈഡിൽ കൂടി എല്ലാം സ്ലഗ് കയറിയിരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതിനെല്ലാം ഒന്ന് പെറുക്കിയെടുത്തിട്ട് മാറ്റിയെടുത്തിട്ട് ഞാൻ ഉപ്പുവെള്ളത്തിലാണ് ഇട്ടിടുന്നത്. എന്നിട്ട് പിന്നെ കുറച്ചായി കഴിയുമ്പോൾ ഞാനത് കുഴിച്ചിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവിടുത്തെ പൊടിയെല്ലാം ഒന്ന് ബ്രഷ് വെച്ച് തൂത്തെടുത്ത് ആ ചെടിച്ചട്ടിയിലേക്ക് തന്നെ ഇടുകയാണ്. അത് മണ്ണൊക്കെ തന്നെയാണ്. അങ്ങനെ പിന്നെ അവിടെ ഒരു സ്ട്രോബെറി നിൽപ്പുണ്ട്. അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്തു കേട്ടോ. സ്ട്രോബെറി അത് ഈ സിമെൻറ്റിൽ തന്നെ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. സിമെൻറ്റ് അവിടെ ഒരു ഡോറുണ്ട്, അതിൻ്റെ ഇച്ചിരി ഗ്യാപ്പിലുണ്ടായി വന്നിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ താഴത്തെ സൈഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇതൊരു പഴയ വീൽ ബാറോ ആണ്. അത്തയിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മണ്ണിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ബീട്രൂട്ട് നട്ടിരുന്നായിരുന്നു. അതെല്ലാം പുല്ല് കയറിയ ബീട്രൂട്ടൊന്നും ശരിയായില്ലെങ്കിലും ഞാൻ ബീട്രൂട്ട് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി പുല്ലെല്ലാം പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് നനച്ച് നന്നായിട്ട് കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഗ്രോ ബാഗൊക്കെ കൊണ്ടുവന്ന് വെക്കണം. കഴിഞ്ഞ വർഷം മണ്ണൊക്കെ ആയിട്ടിരിക്കുന്ന ഗ്രോ ബാഗാണ്. അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് കുറച്ച് വേസ്റ്റൊക്കെ, ഫുഡ് വേസ്റ്റും കരിയിലയും ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ ഇത്ര ആക്കിയിട്ടപ്പോൾ തന്നെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഇനിയിപ്പം മറ്റേ ഈ ഗ്രോ ബാഗിലെല്ലാം പുല്ലുണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇവിടെയെല്ലാം ഒരു 7 ഗ്രോ ബാഗ് വെക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നമ്മൾ ആദ്യം കാണിച്ച ആ സ്ഥലത്തേക്ക് ഞാൻ ഇത്രയും ഗ്രോ ബാഗ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി ഇതിനകത്ത് കാബേജോ കോളിഫ്ലവറോ ബ്രോക്കോളി അങ്ങനെ എന്തെങ്കിലും നടണം. ഞാൻ ഇത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നടുന്നതും ഗ്രോ ബാഗിൽ കുറച്ച് ഫുഡ് വേസ്റ്റും കരിയിലയൊക്കെ ഇട്ട് അതൊന്നുകൂടെ സെറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം.